2 മണി വരെ ഒരു സാധാരണ കുടുംബമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു കോടീശ്വര കുടുംബമായി മാറിയിരിക്കുന്നു. കാര്യം ലോട്ടറി വിറ്റ് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഈ 3 പേരും കിലോമീറ്ററുകളോളം ലോട്ടറി വിറ്റ് ചാരുമൂട്, കരുനാഗപ്പള്ളി, ഓശ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ കാൽനടയായി പോയി ലോട്ടറി വിൽക്കുന്ന ആൾക്കാരാണ്. ലോട്ടറി വിഷുബമ്പറിന് ലോട്ടറി എടുത്തത് പൊന്നച്ചേട്ടനാണ്. ആ ലോട്ടറി 2 എന്ന് പറയുന്ന ഒരു അക്കം ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ്. ലോട്ടറി എടുത്തിട്ട് 1 മാസത്തോളമായി. അപ്പം അവിടെ ചെന്നപ്പോൾ എനിക്ക് ഈ ലോട്ടറി കണ്ടപ്പോൾ എനിക്കത് തോന്നൽ നമ്മുടെ നമ്പരാണ് നല്ലത്. അപ്പം 52 ഒരു നമ്പർ എടുത്ത്. അപ്പം 52-ന് മുമ്പ് 54-ഉം 13-ഉം ഉണ്ട്. അത് ഞാൻ എടുത്ത് മടക്കി വെച്ചു. ഇന്നാ പിന്നെ അത് എടുത്ത് നോക്കിയത്. ടി വി കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നമ്പർ എടുത്ത് നോക്കിയപ്പം 13, 54, 52 മടക്കി അങ്ങ് വെച്ച്. എന്നിട്ട് കണ്ടില്ല ഫസ്റ്റ് ഇടാ പിന്നെ ഫസ്റ്റ് അടിച്ചു പോനെ അടിച്ചു. സാധാരണ അമ്മയും ലോട്ടറി വിൽക്കുന്ന ആളല്ലേ? സന്തോഷമായി. ഈ വീട് ജപ്തിയിലേക്ക് പോയതായിരുന്നല്ലേ? ജപ്തിയായി 5 ലക്ഷം രൂപ അടയ്ക്കാനും കിട്ട പാടൊക്കെ അത്ര ആയി പോകുമെന്ന് വിചാരിച്ചത്. പക്ഷെ ആനന്ദി ഭഗവാന്റെ ഇത് ശക്തി കൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. വിനോദേ, സന്തോഷമായോ? സന്തോഷം. ലോട്ടറി വിൽപ്പന തന്നെയാണ്. വിൽപ്പന തന്നെ. ഇനിയും നമുക്ക് ലോട്ടറി വിൽപ്പന വേണ്ടേ? നാളത്തെ ഉണ്ട്. നാളത്തേക്കുള്ളതേ സമൃദ്ധി ലോട്ടറി എടുത്ത് കൈ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഒരു 4 കെട്ട് ലോട്ടറി ഉണ്ട്. ആ 4 കെട്ട് ലോട്ടറി അമ്മയും അച്ഛനും മോനും ഒക്കെ ചേർന്ന് എടുത്ത് വെച്ചിരിക്കുകയാണ്. നാളെയും ഈ ലോട്ടറി വിറ്റ് ഉപജീവനം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. ആ സമയത്താണ് ഭാഗ്യദേവത കടാക്ഷിച്ചത്. ഇവർ വന്നപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഒരു ഷെഡായിരുന്നു, ഒരു ചെറിയ ഷെഡ് വെച്ച് വെള്ളത്തിലാണ് യഥാർത്ഥത്തിൽ കിടന്നത്. ആ അവസ്ഥയിൽ നിന്നാണ് ഇവർ ഈ ലോട്ടറി വിറ്റ്. ഇവർ 2 അമ്മയും മോനും ലോട്ടറി വിൽക്കുകയായിരുന്നു. ആ ലോട്ടറി വിറ്റാണ് അവർ ഈ നിലയിൽ എത്തിയത് തന്നെ. അപ്പോൾ അവർക്ക് കിട്ടിയ ഭാഗ്യം വേറെ സന്തോഷം. അതുതന്നെയാണ് വലിയ സന്തോഷം. ഭാഗ്യദേവത കടാക്ഷിച്ച പൊന്നഞ്ചേട്ടൻ, അമ്മയുണ്ട്, വിനോദുണ്ട്, എല്ലാവർക്കും